കൂട്ടുകാരെ നമസ്കാരം. എന്തൊക്കെയാ വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിരിക്കണു. അപ്പം നമ്മൾ ഹോസ്പിറ്റൽ വാസം കഴിഞ്ഞിട്ട് എത്തി. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം എത്തി. പക്ഷേ ഇഞ്ചക്ഷൻ 2 നേരമുണ്ട്. അപ്പോൾ അതിന് നമ്മൾ വൈകിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയി. ഇന്ന് രാവിലെ മുതൽ നമ്മളിവിടെ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ 5 ദിവസം കൂടി കൊടുക്കാനായിട്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 5 ദിവസം കഴിഞ്ഞിട്ട് നമുക്കിനി ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്ന വെച്ചിട്ട് ഞാൻ സന്തോഷിക്കണം എന്നില്ല, കാരണം എപ്പോൾ വേണമെങ്കിലും ഓടാം. അപ്പോൾ മനസ്സിനൊരു ധൈര്യമൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ടെൻഷൻ അടിക്കണ്ട എന്ന് പറഞ്ഞാലും എൻ്റെ അവസ്ഥ അല്ലെങ്കിൽ ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്കേ അതറിയുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു സാധാരണക്കാരന് അസുഖങ്ങൾ വന്നാൽ അല്ലെങ്കിൽ വീട്ടിൽ നമുക്കിതുപോലെ ഓർമ്മക്കുറവുള്ളവരോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രായമായവരുണ്ടെങ്കിലോ ഒരു ഹോസ്പിറ്റലിലേക്ക് ഓടുക എന്ന് പറയുമ്പോൾ അതും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും ഹോസ്പിറ്റൽ വാസത്തിൻ്റെ ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും എല്ലാം അല്ലേ. അപ്പോൾ നമുക്ക് മാനസികവും ശാരീരികവും സാമ്പത്തികവും ആയ എല്ലാ ബുദ്ധിമുട്ടുകളിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുക അല്ലേ. നമ്മൾ സാമ്പത്തികം ഇല്ല അല്ലെങ്കിൽ നമുക്ക് വയ്യ വെച്ചിട്ട് നമുക്ക് മാറ്റി വയ്ക്കാനായിട്ട് പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ ഹോസ്പിറ്റൽ കേസൊക്കെ. അപ്പോൾ എന്തായാലും അതൊക്കെ ഇങ്ങനെ തുടർന്ന് ഇങ്ങനെ പോകുന്നുണ്ട്, എത്തിപ്പോകുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു സാധാരണ വ്യക്തിക്ക് നമുക്ക് വീട്ടിലേക്ക് ഹോം നേഴ്സിനെ വെക്കുക അല്ലെങ്കിൽ അങ്ങനെ വെക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് സാധ്യമാവുന്ന കാര്യമല്ല കേട്ടോ. അപ്പോൾ സാധ്യമാവുന്ന കാര്യമല്ല ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ ഫീസ്, അതുപോലെ തന്നെ ഹോം നേഴ്സിനെ നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഏജൻസികളെ നമ്മൾ സമീപിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഫീസ് എല്ലാം കൂടി എത്തിക്കഴിഞ്ഞാൽ ഒരു 10-50,000 രൂപയുടെ അടുത്ത് നമുക്കാവും കേട്ടോ. അപ്പോൾ ഒരു മാസം നമ്മൾ അതിന് ആ 50,000 രൂപ കളയാൻ നമുക്ക് ഉണ്ടാവുണ്ടായി. ചിലപ്പോൾ നമ്മൾ ഈ 50,000 രൂപയും കൂടി നമ്മുടെ അടുത്ത് വരുമാനം ഇല്ലാതെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നുണ്ടാവുക അല്ലേ. അപ്പോൾ ഒരു സാധാരണ വ്യക്തിക്ക് അല്ലെങ്കിൽ സാധാരണ രീതിയിൽ ജീവിക്കുന്നവർക്ക് ഇതൊക്കെ പാടന്നെയാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് എങ്ങനെ ആയിരിക്കും എന്നുള്ളത് പറയാനായിട്ട് പറ്റില്ല. ക്ലെയിം കിട്ടുക അല്ലെങ്കിൽ ഇൻഷുറൻസ് എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ എല്ലാവർക്കും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഉള്ളവർക്ക് അത് കിട്ടുന്നുണ്ടോ എന്നുള്ളതും എനിക്കറിയില്ല കേട്ടോ. പക്ഷെ നമുക്കതില്ല. അപ്പോൾ അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ ജീവിതശൈലി രോഗങ്ങൾക്ക് കിട്ടണില്ല എന്ന് പറയുന്നുണ്ട്, ചിലവർ കിട്ടുമെന്ന് പറയുന്നുണ്ട്, അതുപോലെ ഇത്ര പ്രായം കഴിഞ്ഞാൽ കിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ ആയാലും അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ അല്ലെങ്കിൽ ഒരുപാട് നമ്മളെന്താ പറയുക പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞു നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് എത്തിച്ചിട്ട് സമാധാനമൊന്നുമില്ല, എന്നാലും ഒരു ധൈര്യം സംഭരിച്ച് ഇങ്ങനെ ഇരിക്കുന്നതാണ് അല്ലേ. അപ്പോൾ രാത്രി പകൽ അല്ലെങ്കിൽ എന്താ നമ്മൾക്കങ്ങനെ ഒരു ടെൻഷൻ തന്നെയാണ്. പിന്നെ പ്രത്യേകിച്ചും ഓർമ്മയില്ലാത്ത വ്യക്തികളാണെന്ന് പറയുമ്പോൾ അവരുടേതായ പ്രശ്നങ്ങൾ അവർക്ക് തോന്നലുകളാണോ അല്ലെങ്കിൽ എന്താണ് എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെയും സംഭവിക്കാം അല്ലേ. ഒരുപാട് പേർക്ക് ഇങ്ങനത്തെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട് അല്ലേ. അപ്പോൾ ഞാനീ പറയുന്നത് അവർക്കൊക്കെ മനസ്സിലാകും. പിന്നെ എന്തായാലും ഒരു സമാധാനം ഞാൻ പറഞ്ഞു ചെന്നപ്പോൾ ക്രിയാറ്റിനൊക്കെ കൂടി അതൊക്കെ കുറഞ്ഞു വന്നു കേട്ടോ. അപ്പം അതൊരു സമാധാനം. ആ കിഡ്നി സ്റ്റോൺ അവിടെ ബ്ലോക്കായിട്ട് നിൽക്കണ കാരണമായിരുന്നു നമുക്കങ്ങനെ സംഭവിച്ചത്. അപ്പോൾ ആ കിഡ്നി സ്റ്റോൺ തെറിച്ച് പോയത് കൊണ്ടാണ് പെട്ടെന്ന് ക്രിയാറ്റിൻ കുറഞ്ഞതെന്ന് ഡോക്ടർ പറഞ്ഞു. ഡോക്ടർക്കും ടെൻഷനായപ്പോഴാണ് എനിക്കും പേടിയായത് കേട്ടോ. കാരണം ഒരുവിധം കാര്യങ്ങളെല്ലാം നല്ല തന്മയത്തമായിട്ട് ചെയ്ത് തീർക്കാൻ കഴിവുള്ളൊരു വ്യക്തിയാണ് ഡോക്ടർ ശശിധരൻ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്താണ്, ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഞാൻ വർക്ക് ചെയ്തൊരു ഹോസ്പിറ്റലാണെന്നുള്ളതിനുപരി നമുക്ക് അടുത്താണ്, എത്തിപ്പെടാൻ പെട്ടെന്ന് പറ്റും. അതുപോലെ തന്നെ സ്റ്റാഫുകളായിക്കോട്ടെ ഡോക്ടേഴ്സ് ആയിക്കോട്ടെ മാനേജ്മെൻറ്റ് ആയിക്കോട്ടെ എല്ലാവരിൽ നിന്നും നമുക്ക് നല്ല സഹകരണം ഉണ്ട്. ഇതൊക്കെ ഉള്ളത് കൊണ്ടും നമുക്ക് ഒരുപാട് അവരുടെയൊക്കെ സഹായങ്ങൾ ഉള്ളത് കൊണ്ടും ആണ് നമ്മളധികം ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ മാനസികമായ വിഷമങ്ങൾ അധികം നമുക്ക് ഇല്ലാതെ ഇങ്ങനെ തരണം ചെയ്ത് പോകാനായിട്ട് പറ്റുന്നത് കേട്ടോ. അപ്പോൾ എപ്പോഴും അവരുടെ സപ്പോർട്ട് അല്ലെങ്കിൽ അവർക്ക് നമ്മളതിനൊരു താങ്ങ് അതുള്ളത് കൊണ്ട് ആ ഒരു കരുതൽ ഉള്ളത് കൊണ്ട് ആണ് നമുക്ക് ഇങ്ങനെയൊക്കെ തരണം ചെയ്ത് പോകും. വേറൊരു ഹോസ്പിറ്റലിലേക്ക് പോവുക അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തേക്ക് പോവുക വെച്ചാൽ ചിലപ്പോൾ എനിക്കിങ്ങനെ ഒരു ഇത് കിട്ടില്ല. നമ്മളിപ്പോൾ പേഷ്യൻറ്റിനോട് പെരുമാറുന്നത് നഴ്സുമാരായിക്കോട്ടെ അല്ലെങ്കിൽ ഡോക്ടേഴ്സായിട്ട് നന്നായിട്ട് പെരുമാറുണ്ടായിരിക്കും, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമുക്ക് നമ്മുടെ എന്ന് ചിന്തിക്കുന്ന രീതിയിൽ, നമ്മുടെ സ്വന്തം എന്ന് നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ നമുക്കിങ്ങനെ കരുതി പെരുമാറാനായിട്ട് പറ്റില്ല കേട്ടോ. നമ്മുടെ ഈ വർഷത്തെ വിഷു അങ്ങനെ ആശുപത്രി ജീവിതത്തിലായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ കഴിഞ്ഞ വർഷം പിറന്നാളും ഹോസ്പിറ്റലായിരുന്നു. ഞാൻ പറഞ്ഞു കുളിച്ചിട്ടും കൂടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ വർഷം പിറന്നാൾ വരുന്നുണ്ട്. ഞാൻ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ എപ്പോഴും ഞാൻ പറയും കണി കാണണം, കുട്ടികളെല്ലാവരും വന്നതാണ്, എല്ലാവരും ഉള്ളപ്പോൾ നമുക്ക് എല്ലാവരും കൂടിയിട്ട് അടിച്ച് പൊളിക്കണം വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മൾ ഭക്ഷണം ഒന്നിച്ചിരുന്ന് കഴിക്കുക, അതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമാണ്. ഇപ്രാവശ്യം അതൊന്നും പറ്റിയില്ല. എന്നാലും അവർ ഒരാഴ്ച ഇവിടെ ഉണ്ടായി. അപ്പോൾ അവർക്കും എന്നാലും ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വേഗം ഉച്ചയ്ക്ക് കുറച്ച് നേരം അവിടെ വന്നിരിക്കും. അപ്പോൾ ഞാൻ വേഗം ഉച്ചയ്ക്ക് ഇവിടെ വന്നിട്ട് അവനിക്ക് മീനൊക്കെ വറുത്ത് കൊടുത്തു. അതുപോലെ അങ്ങനെ 1-2 ദിവസമൊക്കെ അങ്ങനെ ചെയ്യാനായിട്ട് പറ്റിയിട്ടോ. പക്ഷേ ഇന്നലെ അവരെല്ലാവരും പോയി, അവനെയും ദീപും ഭാരതിയൊക്കെ പോയി. അപ്പോൾ പോകുമ്പോൾ അവനെ എന്നെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ആകെ മൂഡ് ഔട്ടായിട്ട് കേട്ടോ.
അപ്പോൾ എനിക്കും വിഷമം വന്നു. കാരണം വന്നിട്ട് കൂടെ നിൽക്കാനോ അല്ലെങ്കിൽ അവൾ എൻ്റെ പിന്നിന്ന് മാറില്ല. ഏത് സമയവും അച്ചമ്മ വിളിച്ചെൻ്റെ പിന്നാലെ ഇങ്ങനെ നിൽക്കണതാണ്. അപ്പോൾ കുട്ടിക്ക് ഞാൻ ഇവിടെ വന്നിട്ട് ഞാനില്ലാതായപ്പോൾ അതൊരു വിഷമമായിട്ടുണ്ടായിരുന്നു. ഞാൻ വന്ന് ഒന്ന് കുളിച്ച് പോവുകയുള്ളൂ ഇവിടുന്ന് കേട്ടോ. പിന്നെ അമ്മയ്ക്കുള്ള എന്തെങ്കിലും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകും. അതുപോലെ നമ്മുടെ ഡ്രസ്സൊന്ന് കഴുകിയിട്ട് പോകും. അത്ര സമയം ഞാൻ ഇവിടെ നിൽക്കാറുള്ളൂ. പക്ഷേ എന്നാലും ആ സമയം വന്നാലും കൂടി എൻ്റെ അടുത്ത് നിൽക്കും കേട്ടോ. അപ്പോൾ വന്നാൽ എൻ്റെ അടുത്ത് ഇങ്ങനെ എന്നെ കെട്ടിപ്പിടിച്ചിങ്ങനെ നിൽക്കുകയുള്ളൂ. അപ്പോൾ ഭാരതി പറയും അമ്മ ഇല്ലാത്ത കാരണം അവൾക്കത് ഭയങ്കര വിഷമമായി, അവളെപ്പോഴും ചോദിക്കുന്നുണ്ട് എന്ന് പറയും കേട്ടോ. പക്ഷേ എന്താ നമ്മുടെ അവസ്ഥ അങ്ങനെ ആയിപ്പോയി. പിന്നെ ഇന്നലെ അവർ പോകുമ്പോൾ അതൊരു വിഷമമായി, അവൾക്കും പോകുമ്പോൾ അത് വിഷമമായി. എന്നാലും ഞങ്ങൾ പോണേക്കാൻ മുന്നേ ഓടിയെത്തി. അപ്പോൾ ബില്ലൊക്കെ അവർ പറഞ്ഞു ചേച്ചി പൊക്കോളൂ, ബില്ല് പിന്നെ വന്നിട്ട് അടച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ബില്ല് പിന്നെ വന്നിട്ട് അടച്ചാൽ മതി കൊണ്ട് നിന്നപ്പോൾ എന്തായാലും അമ്മയ്ക്ക് ഇഞ്ചക്ഷന് പോകണം. അപ്പോൾ പിന്നെ അതോടുകൂടി ഞാൻ പോയിട്ട് വൈകിട്ട് ബില്ലൊക്കെ അടച്ച് പോകുന്നു കേട്ടോ. മെഡിസിനൊക്കെ അത്യാവശ്യം വില ഉണ്ട്, ഇഞ്ചക്ഷന് ആൻറ്റിബയോട്ടിക്കിന് അത്യാവശ്യം വില ഉണ്ട്. പക്ഷേ നമ്മൾ വില നോക്കിയിട്ട് കാര്യമില്ലല്ലോ, കാര്യം ചെയ്താലല്ലേ പറ്റുള്ളൂ. പിന്നെ നമുക്ക് എങ്ങനെയെങ്കിലും അറിയുന്ന വല്ല റപ്പുമാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ മെഡിസിൻ വാങ്ങിക്കുക എന്ന് പറഞ്ഞാലും ചിലപ്പോൾ അതിനൊക്കെ സമയം പിടിക്കും. അപ്പോൾ നമ്മൾ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. എന്തപ്പോൾ ചെയ്യുക, നമുക്ക് പോകാൻ വെച്ചത് പോവും, അല്ലെങ്കിൽ ഇങ്ങനെയെങ്കിലും ഇങ്ങനെ കാര്യങ്ങൾ നടക്കണ്ടല്ലോ എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ട്. എന്നോടും അത് തന്നെയാണ്. നമുക്ക് എപ്പോൾ ചോദിച്ചാലും ആശുപത്രിയിലാണ്, അല്ലെങ്കിൽ വന്നു, അല്ലെങ്കിൽ കൊണ്ടുപോയി, അങ്ങനെ പോവുക വരിക അഡ്മിറ്റ് ആവുക അങ്ങനെയൊക്കെ ആകുമ്പോൾ. പക്ഷെ അതറിയുന്നവർക്ക് അറിയാം നമ്മൾ മാനസികമായിട്ട് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും നമുക്ക് ശാരീരികമായി അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും സാമ്പത്തികമായിട്ട് നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും അറിയുന്നവർക്ക് അറിയാം കേട്ടോ. അപ്പോൾ എല്ലാവരും പറയും എന്താ ചെയ്യുക, ഒരു പ്രാവശ്യം ഒന്ന് പോയി വരണമെങ്കിൽ അത്യാവശ്യം പൈസ ആവില്ലേ, ഇങ്ങനെയല്ലേ എന്നൊക്കെ ചോദിക്കും. എന്താ ചെയ്യുക, കാര്യങ്ങൾ നടക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിലെത്തി ഒന്നിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വരണേ ഉള്ളൂ കേട്ടോ. കാരണം കൊണ്ടുവന്ന് വെച്ച സാധനങ്ങൾ ഞാൻ 2 ദിവസം മുന്നേ കൊണ്ടുവന്ന് വെച്ചതൊക്കെ മാറ്റിയപ്പോഴാണ് പിറ്റേ ദിവസം ഹോസ്പിറ്റലിലേക്ക് ഓടേണ്ടി വന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ വെച്ചേക്കാണ്. ബാഗൊക്കെ ഒന്നും ഒതുക്കിയിട്ടില്ല, ഇനി റൂമൊക്കെ ഒന്ന് ഒതുക്കാണ്ട് അങ്ങനെ പോണു. പിന്നെ അമ്മയ്ക്ക് ഇത്തിരി ഓർമ്മക്കുറവുള്ളത് കൊണ്ട് ചെയ്തതും പിടിച്ചതൊന്നും പറയില്ല. എപ്പോഴും ഇൻസുലിൻ എടുത്തില്ല, മെഡിസിൻ കഴിച്ചില്ല എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒന്നും മിണ്ടില്ല, എന്താ വെച്ചാൽ പറഞ്ഞോട്ടെ വിചാരിക്കും. എന്തായാലും ഒന്നറിയാം, സാധാരണക്കാരായ വ്യക്തികൾക്ക് ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണെന്നുള്ളത് അറിയാം. അപ്പോൾ ആ ബുദ്ധിമുട്ടുകളിലൂടെ നമ്മളും ചുറ്റിത്തിരിയുമ്പോൾ ഓരോരുത്തരും ഇതുപോലെയൊക്കെ തന്നെയല്ലേ അനുഭവിക്കുന്നത്. പിന്നെ എനിക്കുള്ളതുപോലെ ആവില്ല വേറൊരാൾക്ക് വേറെ രീതിയിലായിരിക്കാം, അങ്ങനെ ഓരോന്നും കേട്ടോ. പിന്നെ ഏറ്റവും ഷോക്കിംഗ് ആയിട്ട് എനിക്ക് അവിടെ ഒരു വിഷമം ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒ പിയിലൊക്കെ ചെന്നാൽ നമ്മളതിനൊക്കെ പെട്ടെന്ന് ഡോക്ടറോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അമ്മേനെ നമ്മൾ ഒബ്സർവേഷനിൽ കിടത്തിയിട്ട് അങ്ങനെയൊക്കെ വന്ന് കാണിക്കുന്ന ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു കേട്ടോ. അതിപ്പോൾ ഡേറ്റ് ഏകദേശം ആയതായിരുന്നു ഡെലിവറിക്ക്. അപ്പോൾ ഇന്നലെ ആ കുട്ടി ഡെത്തായി. അപ്പോൾ അതെനിക്കൊരു ഷോക്കും ഒരു വിഷമമൊക്കെ ആയി കേട്ടോ. അപ്പോൾ ആ ഒരു മാനസിക വിഷമം എനിക്കുണ്ടായി. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ വിഷമങ്ങൾ, ദുരിതങ്ങൾ. അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ എൻ്റേത് മാത്രമല്ല, ഓരോരുത്തർക്കും അങ്ങനെ വിഷമങ്ങളുണ്ട്. അപ്പോൾ അത് പറയുകയാണ്. പക്ഷേ എന്നാലും നമുക്ക് ചിലപ്പോൾ നമ്മുടേതായ വിഷമങ്ങൾ വരുമ്പോൾ നമുക്ക് ഒരാൾ താങ്ങാനില്ല, അല്ലെങ്കിൽ അങ്ങനെ ഇല്ല എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഒരു വിഷമങ്ങൾ ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയേ ഉള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സി യു.